അപ്പോൾ 2024 കഴിഞ്ഞ് 2025 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനുവരി മാസം തന്നെ കുറേ അധികം പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു മാസം റിലീസ് ആകുമ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉള്ള കുറച്ച് പടങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് താഴത്തെ പടം എന്ന് വെച്ചാൽ നാളെ റിലീസ് ആകുമ്പോൾ നമ്മുടെ ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ ഈ ഒരു പടത്തിൽ അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോറൻസിക്കും പിന്നെ സെവൻത് ഡേ ഒക്കെ എടുത്ത ഡയറക്ടേഴ്സിന്റെ അടുത്തൊരു പടമാണ്. അപ്പം അങ്ങനെ പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ട് അത്യാവശ്യം ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ടീം പറഞ്ഞേക്കുന്നത് ഇതിന്റെ ക്ലൈമാക്സ് 40 മിനിറ്റ് സീക്വൻസ് ഒരു അടിപൊളി മലയാളത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്തൊരു സീക്വൻസ് ഒക്കെ ആയിരിക്കുന്നതാണ് ഇവര് പറയുന്നൊരു സംഭവം. ഇതുപോലെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന് പറഞ്ഞൊരു പടമാണ്. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ തോന്നുന്ന ഒരു പടമാണ്. പിന്നെ ട്രെയിലറെ കണ്ട് അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂക്ക അതിനകത്ത് ചെറിയൊരു 4-5 മിനിറ്റ് ചെറിയൊരു ക്യാമിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു പടം ജനുവരി 6 തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ വിക്രമിന്റെ വീരധീര സൂര്യൻ എന്ന് പറയുന്ന പടം ഇറങ്ങുന്നുണ്ട്. അത് അതിന്റെ ടീച്ചറും കാരണവും കണ്ട് അത്യാവശ്യം നല്ലൊരു പടമായിട്ട് തോന്നുന്നു. പിന്നെ നമ്മുടെ ചിത്തയൊക്കെ ഡയറക്ട് ചെയ്ത എസ് വി അരുൺകുമാറാണ് ഒരു പടത്തിന്റെ ഡയറക്ടർ. അപ്പൊ ഇത് വെച്ചിട്ടും പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മുടെ സുരാജേട്ടനും എസ് എ സൂര്യൊക്കെ ഒരു പടത്തിൽ വില്ലന്മാരായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം ജനുവരിയിലാണ് റിലീസ് ആവുന്നത്. കറക്റ്റ് ഡേറ്റ് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഒരു പടത്തിലും അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അടുത്ത പടം നമ്മുടെ ഇന്ത്യൻ 2 ശേഷം ശങ്കർ സംവിധാനം ചെയ്ത അടുത്ത പടം, അതായത് ഗെയിം ചേഞ്ചർ, നമ്മുടെ രാംചരന്റെ പടമാണ്. ഈ ഒരു പടത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ 2 കണ്ടതിന് ശേഷം ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മുടെ കാർത്തിക് സുബരാജ് ആണ് ഇതിന്റെ സ്റ്റോറി. ആ ഒരു രീതിയിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നോക്കാം, ടീച്ചറെ കണ്ടിട്ട് എന്തെങ്കിലും നല്ല സാധനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എസ് ജയസൂര്യൊക്കെ ഈ ഒരു പടത്തിലുണ്ട്. ഇപ്പൊ എന്തായാലും ചെറിയ രീതിയിലുള്ള പ്രതീക്ഷ ഈ ഒരു പടത്തിലുണ്ട്. അടുത്ത ഒരു പ്രതീക്ഷയുള്ള പടമാണ് നമ്മുടെ ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ബാലയ്യയുടെ പടം. ശരിക്കും പറഞ്ഞാൽ ബാലയുടെ പടമൊക്കെ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഇതിനു മുമ്പ് പറയും വീരസിംഹ റെഡ്ഡിയൊക്കെ ശരിക്കും പറഞ്ഞാൽ മോശം ആയിരുന്നു, വലിയ രീതിയിലുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പടത്തിൽ ഞാൻ എന്തൊരു പ്രതീക്ഷിക്കുന്നു വെച്ചാൽ ഇതിന്റെ ഡയറക്ടർ എന്നാണ് ബോബി കോലി എന്ന് പറഞ്ഞ പുള്ളി. കാരണം വാൾട്ടർ വീര എന്ന് പറഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ വർഷം റിലീസായ ഒരു പടമുണ്ട് നമ്മുടെ ചിരഞ്ജീവിയുടെ. പുള്ളിയുടെ പടം ഡയറക്ട് ചെയ്ത ആ ഒരു ഡയറക്ടറാണ്. ആ ഒരു പടത്തിൽ ഒരു കുറച്ച് ലവ് പോർഷൻസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് തമനാണ്. ഇതിന്റെ ടീച്ചറൊക്കെ വന്നായിരുന്നു. ആ ഒരു സംഭവം കൊള്ളാം. പിന്നെ ഒരു പാട്ടൊക്കെ വന്ന ആ ഒരു സംഭവം കൊള്ളാം. എന്തായാലും ഈ ഒരു പടത്തിൽ അത്യാവശ്യം ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ഹാൻഡിലെ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടമാണ്. നമ്മുടെ GVM ഡയറക്ട് ചെയ്യുന്ന പടമാണ്. ആ ഒരു പടത്തിലും അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. അതിന്റെ ടീച്ചറൊക്കെ വന്ന ഒരു സംഭവം എനിക്ക് അല്ലായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ ഒരു പടത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ ആയിട്ടാണ് മമ്മൂക്ക വരുന്നത്. എന്തായാലും ആ ഒരു പടം നോക്കാം. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഡിസംബർ 23 ആയിരിക്കും റിലീസാകാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ദാക്കു മഹാരാജ് ജനുവരി 12 ആയിരിക്കും ദാക്കു മഹാരാജ് റിലീസാവുന്നത്. ഡൊമിനിക്ക് ഐ തിങ്ക് ജനുവരി 23 ആയിരിക്കും റിലീസാവുന്നത്. പിന്നെ നമ്മുടെ അവസാനത്തെ പടം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പടം, തരുൺമൂർത്തി ഡയറക്ട് ചെയ്യുന്ന തുടരും എന്ന് പറയുന്ന പടം. ഈ പടത്തിന് അത്രത്തോളം പ്രതീക്ഷയുണ്ട്, അത്രത്തോളം ഹൈപ്പും എക്സ്പെക്ടേഷനും എല്ലാം ഉണ്ട്. കാരണം ബറോസ് എന്ന് പറയുന്നത് വലിയൊരു പടത്തിന് ശേഷം ബറോസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ ബറോസിനൊക്കെ ശേഷം അത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കും. ഈ ഒരു വർഷം ആദ്യം ഇറങ്ങുന്ന ലാലേട്ടന്റെ പടമാണ്. അത്രത്തോളം അടിപൊളിയായിട്ട് വരട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് നമ്മുടെ ജെയ്ക്സ് ഡിജയാണ് അതിന്റെ മ്യൂസിക്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. ഒന്നും വേണ്ട, ഈ പടത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. നല്ലൊരു പടമായിട്ടെന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, വിചാരിക്കുന്ന ഈ പടത്തെ പറ്റി. ഇതും മിക്കവാറും ജനുവരി 30 ആയിരിക്കും ഒരു പടം റിലീസാവുന്നത്. ഇതിൽ റിലീസായി മോഹൻലാൽ യുഗം തുടരട്ടെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ജനുവരിയിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കുറച്ച് പടങ്ങൾ.